ഇന്നത്തെ വഹാബി പുത്തൻ പ്രസ്ഥാനക്കാരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരെന്ന് നമുക്ക് പറയാം. കാരണം അവരും കാഫിര്യങ്ങൾക്കെതിരെ ഇറങ്ങിയ ആയത്തുകൾ സുന്നികൾക്കെതിരെ മുഅ്മിനുകൾക്കെതിരെ പ്രയോഗിക്കുകയാണ്. സഫാ മലന്റെ മുകളിൽ കയറ്റി വിളിച്ചു, അയ്യുഹന്നാസ്, ആൾക്കാരെ മൊത്തം. ഏതാൾക്കാരെ? ഹിന്ദുക്കളെയാ? അന്ന് ഹിന്ദുക്കളില്ല. നസാറാക്കളെയാണോ? അന്ന് മക്കത്ത് നസാറാക്കളും ഇല്ല. ജൂതന്മാരെയാണോ? അന്ന് മക്കത്ത് ജൂതന്മാരും ഇല്ല. മജൂസികളാണോ? അവരങ്ങ് പേർഷ്യയിലാണ്, മക്കത്ത് തീരെയില്ല. പിന്നെ റസൂലുള്ളാഹി വിളിച്ചു കൂട്ടിയത് ആരെയാണ്? ചരിത്രം പരിശോധിച്ചാൽ അന്ന് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു കൂട്ടിയത് മക്കത്ത് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ മില്ലത്തെ ഇബ്രാഹിം അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെടുകയും എന്നാൽ അതിൽ ശിർക്ക് ചെയ്ത് കലർപ്പുണ്ടാക്കി മഹാന്മാരെ വിളിച്ച് തേടുകയും ചെയ്ത ഒരുപറ്റം പാരമ്പര്യ മുസ്ലിമീങ്ങളെ. അവര് കഅബാലയത്തെ ബഹുമാനിച്ചിട്ടില്ലേ? അവർ കഅബാലയത്തെ ആദരിച്ചിട്ടില്ല. ഇപ്പോഴും കഅബന്റെ മുമ്പിലുള്ള ഹതീം ഹിജ്ർ ഇസ്മായിൽ, ആ വട്ടത്തിലുള്ള കെട്ട് അതാര് കെട്ടിയതാ? മക്കത്തെ മുശ്രിക്ക് ഖുറൈശികൾ കെട്ടിയതാ. എന്തിന്? ഹലാലായ മുതല് തീർന്നുപോയി പണി പൂർത്തിയാകുമ്പോഴേക്കും. അതെന്താ? കഅബാലയത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളല്ലേ? ആ ഒരു ഹലാലായ മുതലാണോ അല്ലെന്നൊക്കെ സൂക്ഷിക്കേണ്ടത്. പക്ഷെ അവര് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം അവർ കഅബാലയത്തെ ആദരിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. നിങ്ങൾ ഏതോ മതക്കാരായിട്ട് കണക്കൂട്ടണ്ട മക്കാരെ. മൗലവിമാര് ചിലപ്പോൾ അങ്ങനെ പ്രസംഗിക്കും, ഈ മുജാഹിദീങ്ങള് മക്കത്തുള്ള ഏതോ മതക്കാർക്ക് വേണ്ടി ഇറക്കിയ ആയത്തൊക്കെയാണ് നമുക്ക് വേണ്ടി പറയുന്നത്. അത് നിങ്ങൾ രണ്ടാളും സെയിം ആയതുകൊണ്ടാണ് ആദർശത്തില്. ഒരുപക്ഷെ കോലത്തിലും താടിയും തലയിക്കെട്ടും കന്തൂറയും ഇപ്പൊ എല്ലാവരും കന്തൂറയാക്കി. അവർക്ക് കുറേശ്ശൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിനി. അവര് കഅബാലയത്തെ ആദരിച്ചു, അവര് സംസം വെള്ളത്തെ ആദരിച്ചു, അവര് കഅബാലയത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മക്കത്തെ മുശ്രിക്ക് കഅബാലയം തവാഫ് ചെയ്തു. മക്കത്തെ മുശ്രിക്ക് തൽബിയത്ത് പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അവരാ പറഞ്ഞ അല്ലാഹുമ്മ ഏത് അല്ലാഹുവിനെ പറ്റിയാണ്? മക്കത്തെ മുശ്രിക്ക് അന്ന് ലബ്ബൈക അല്ലാഹുമ്മ എന്ന് പറഞ്ഞ അല്ലാഹു ഏത് അല്ലാഹുവാണ്? അല്ലാഹുവിന്റെ റസൂൽ വരുന്നതിന് മുമ്പേ പറഞ്ഞു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ഏത് അല്ലാഹുവിനെ സംബന്ധിച്ച്. അപ്പൊ അല്ലാഹുവിനെ അറിയുന്ന, മില്ലത്തെ ഇബ്രാഹിം അറിയുന്ന, ഹജ്ജ് ചെയ്ത, തവാഫ് ചെയ്ത. ഒരു ഉദാഹരണം പറയാം ചിന്തിക്കുന്നവർക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗഹീദിലേക്ക് വന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ജാഹിലിയത്തിൽ അഥവാ തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നേർച്ച ചെയ്തിരുന്നു. എന്താ നിന്റെ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫിരിക്കാം അല്ലാഹുവിന് വേണ്ടി എന്ന് ഞാൻ നേർച്ചയാക്കിയിരുന്നു. അതിപ്പോ ഞാൻ നിറവേറണോ വേണ്ടയോ? കാരണം ഇപ്പൊ ഞാൻ തൗഹീദിലേക്ക് വന്നല്ലോ. അത് പണ്ട് ജാഹിലിയത്തിലെ നേർച്ചയല്ലേ, ഞാൻ എന്താക്കണം? ജാഹിലിയത്തിൽ ആർക്ക് വേണ്ടിയാണ് ഉമറിന്റെ നേർച്ച? അല്ലാഹുവിന് വേണ്ടി. എന്താണ് നേർച്ച? മസ്ജിദുൽ ഹറാം എന്ന പരിശുദ്ധമായ പള്ളിയിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാം. ഇത് ഹിന്ദുക്കളുടെ പരിപാടിയാ? ഇത് നസാറാക്കളുടെ പരിപാടിയാ? ഇത് ജൂതന്മാർ ചെയ്യുന്ന പരിപാടിയാ? ഇത് മുസ്ലിമുകൾ ചെയ്യുന്ന പരിപാടിയല്ലേ? പിന്നെ എങ്ങനെ മക്കക്കാർ ചെയ്തു? ശരി, അഥവാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിയല്ലെങ്കിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയണം? എന്തും പറയാം. അതിൽ പണ്ടത്തെ മതത്തിന്റെ കാര്യമില്ലേ? നോ, റസൂൽ അങ്ങനെ പറഞ്ഞില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നീ ചെയ്ത നേർച്ച പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ നീ തൗഹീദിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്ത നേർച്ച പൂർത്തിയാക്കിക്കോളൂ. കാരണം അന്നും ഉമർ ചെയ്തത് ആ അല്ലാഹുക്കുള്ള നേർച്ച എന്നെ, വേറെ അല്ലാഹുക്കുള്ളതല്ല. അതുകൊണ്ടാ പൂർത്തിയാക്കാൻ പറഞ്ഞു. പിന്നെന്താ റസൂലുള്ളാഹി തങ്ങൾ അവർ തമ്മിലുള്ള പ്രശ്നം? ബദർ, ഉഹദ്, ഖന്തഖ്, അങ്ങനെ ഹുനൈന് പോലെയുള്ള അതിശക്തമായ യുദ്ധങ്ങളൊക്കെ എന്തിനാണ്? അവിടെയാണ് മുസ്ലിം ഉമ്മത്തി ചിന്തിക്കേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു കൂട്ടി. ആ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യുന്ന ആൾക്കാർ വന്നു. പാവങ്ങളെ സഹായിക്കുന്ന, യതീമുകളെ സഹായിക്കുന്ന ആളുകൾ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖെന്നും മാലിക്കെന്നും റാസിഖെന്നും മുദബ്ബിറെന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന മക്കക്കാർ വന്നു. അല്ലേ? നിഷേധിക്കുന്ന ആൾക്കാരല്ല വന്നു കൂടിയത്. അവരുടെയൊക്കെ വിശ്വാസപ്രകാരം അവർക്ക് ഉറപ്പുണ്ട്, സൃഷ്ടാവ് അല്ലാഹുവാണ്, തിന്നാന്നിരുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ ഇക്രിമ ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കപ്പലിൽ പോവാൻ ഓടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ മക്കത്തേക്ക് ജയിച്ചു വന്നപ്പം കപ്പലിൽ ഓടുകയാണ്.
കൊടുങ്കാറ്റ് വന്നു, തിരമാലാടി വരാൻ തുടങ്ങി. അപ്പോൾ കപ്പിത്താൻ പറയുന്നു, മക്കളെ ഇനി നിങ്ങളെ ലാത്തനെ ഉത്സരം വെച്ചിട്ടൊന്നും കാര്യമില്ല, അന്നാലെ മാത്രം വിളിച്ചാൽ മതി. ഖുർആനല്ല പറഞ്ഞു. ഇദാ റകിബു ഫിൽ ഫുൽക്, അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വളരെ നിഷ്കളങ്കമായി അവർ അള്ളാഹുവിനെ വിളിക്കും. ആരെപ്പറ്റി അള്ളാഹ് ഈ പറയുന്നു? മക്കത്തെ ആൾക്കാരെ പറ്റി. അവരെങ്ങനെ ഏതോ മതക്കാരാണെങ്കിൽ അള്ളാഹിനെ വിളിക്കുക. പക്ഷെ അങ്ങനെ നാം അവരെ രക്ഷപ്പെടുത്തിയാൽ അവർ കയറിയിട്ട് പറയും, അതിലാത്ത രക്ഷപ്പെടുത്തിയത്, അത് ഉസ്സ രക്ഷപ്പെടുത്തിയത്. ഇന്നത്തെ സമസ്തക്കാര് പറയുന്ന പോലെ. മക്കളെ കൊടുത്തതാരാ? അള്ളാഹു. പറച്ചല് പാപിന് ശരീരം 3 വെട്ടുമ്മ. രോഗം മാറ്റിയതാരാ? അള്ളാഹു. പറച്ചല് ഉള്ളാൾ തുപ്പാപ്പ. പിന്നെ ക്യാൻസർ മാറ്റിയതാരാ? അള്ളാഹു. പറച്ചല് CM രാത്രി വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് പോയി. കുഷ്ഠരോഗം മാറ്റിയതാരാ? അള്ളാഹു. പറച്ചല് ഭീമാപ്പള്ളിയിലെ ഉമ്മിച്ച മായൻകുട്ടി. കാരണം മായൻകുട്ടിക്ക് ബീഡിയാ നേർച്ച. ഒരു 2 കെട്ട് ബീഡി മായൻകുട്ടിക്ക് നേർച്ചയാക്കി. മായൻകുട്ടി വന്നിട്ട് നാക്കി രാത്രി പാതിരാക്ക് ഉറങ്ങുമ്പം എനിക്കൊരു ചങ്ങായി ഒരു വോയിസ് അയച്ചത്. അയാള് CMന്റെ നേതാവിന്റെ CMന്റെ ഒരു പ്രചാരകനുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. അതായത് CMന്റെ പോലീസ് പറയാ, CMന്റെ കറാമത്ത് പറയാ, CMനെ സ്വപ്നം കണ്ട കഥ, CM അങ്ങനെ ആക്കിയതാ, CM ഇങ്ങനെ ആക്കിയതാ. ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, CMനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ CMന്റെ വലിയ മുരീദാണ്. ഇങ്ങനെയുണ്ടല്ലോ, മസ്ലഹത്തിന് വേണ്ടി കളവ് പറയാൻ, ആളുകൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള നീയത്തിൽ ഇസ്ലാഹിന് വേണ്ടി കളവനുധിക്കപ്പെട്ടാണല്ലോ. അങ്ങനെ ഞാൻ CMന്റെ വലിയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ദിവസം CMന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. CM എന്നോട് പറഞ്ഞു. അപ്പൊ ഈ സ്വപ്നത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾക്കൊരു ഇതാരിപ്പ ഇത് മംഗലാപുരത്ത് CMന്റെ എത്ര വലിയ മുരീദ്, CMന്റെ ഇത്ര വലിയ അടുത്ത ആളാരിപ്പ സ്വപ്നത്തിലെല്ലാം വരുന്ന ആള്. എന്നിട്ട് സ്വപ്നത്തിൽ CM എന്നോട് പറഞ്ഞു, നിങ്ങക്ക് കുറെ ബുദ്ധിമുട്ട് കടങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ നീ എന്നോട് പരാതി പറഞ്ഞത്? അതേ തങ്ങളെ, കുറെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നാട്ടിലൊരു ചങ്ങായി ഉണ്ട്, എൻ്റെ മെയിൻ ആള്, എന്നെ പ്രചരിപ്പിക്കലും എന്നെ പറ്റി പറയലൊക്കെ അയാളുടെ ജോലി. 2 ലക്ഷം റുപ്യ ഞാൻ അയാളെടുത്ത് കൊടുത്തിട്ടുണ്ട്, നീ പോയിട്ട് വാങ്ങിക്കോ എന്ന് CM എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റപ്പുറത്തുനിന്ന് പിന്നെ മുണ്ടാട്ടില്ല, സ്റ്റെക്കായി. ഒരു 2 സെക്കൻഡ് ഒന്നും മിണ്ടുന്നില്ല. ഇതാരിപ്പോ എന്നെക്കാളും വലിയ കള്ളൻ, അതവൻ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇതാരിപ്പോ എന്നെക്കാളും വലിയ കള്ളൻ, ഞാൻ തന്നെ ബടായി വിട്ടിട്ട് ജീവിക്കാൻ, അപ്പൊ എന്റെ മേലിൽ ബടായി പറഞ്ഞിട്ട് 2 ലക്ഷം തട്ടാൻ വേണ്ടി ആര്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നമുക്ക് ഈ പിരാന്തം വർത്തമാനം പറഞ്ഞ് പറയാൻ സമയം കളയാനില്ല. ഞാൻ പറഞ്ഞു വന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വിളിച്ചപ്പം മക്കത്ത് വന്ന് ഒരുമിച്ച് കൂടിയവർ മില്ലത്തെ ഇബ്രാഹിമിലെ പാരമ്പര്യ മുസ്ലിമികൾ, ഖാലിഖായി റാസിഖായി മാലിക്കായി അള്ളാഹുവിനെ മാത്രം കാണുന്നവർ. അവരെ വിളിച്ചു കൂട്ടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നാട്ടുകാരെ, എന്താ നിങ്ങൾക്ക് എന്നെ പറ്റി അഭിപ്രായം? ഞാൻ നിങ്ങൾക്ക് ഈ കാണുന്ന മലയുടെ പിറകുഭാഗത്തുകൂടെ ഒരു ശത്രു സൈന്യം വരികയും നിങ്ങളെ ആക്രമിച്ച് കീഴടക്കാൻ പോവുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞു, യാ മുഹമ്മദ്, തമാശക്ക് പോലും നിന്റെ നാവുന്ന കളവ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ ഉറപ്പായും വിശ്വസിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ വാക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിറവേറാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? തങ്ങൾ പറഞ്ഞു, എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം അതൊന്നുമല്ല, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, അള്ളാഹു മാത്രം മതി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കും, നിങ്ങൾക്ക് ജയിക്കാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മുർസലുകൾ പറഞ്ഞു പഠിപ്പിച്ച തൗഹീദ് മനസ്സിലാക്കാനും അങ്ങനെ മുവഹിദായി ജീവിക്കാനും സാധിച്ചോ? അതല്ല മക്കത്തെ മുശ്രിക്കിനെ പോലെ ദർഗയിലും ജാറത്തിലും തങ്ങളും ജിന്നുമ്മയും ഉറുക്കും ഏലസും ഉറൂസും ഉത്സവവും ആയിട്ട് ജീവിതം തൊലച്ചു കളഞ്ഞോ എന്ന് ചിന്തിച്ചോളാം പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ. അതിനോടൊപ്പം ഗൗരവത്തോടെ ചിന്തിക്കാൻ, വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ, പള്ളി ഇമാമിങ്ങളോട്, ഖത്തീബുമാരോട്, മുദർരിസുമാരോട്, ശൈഖുനമാരോട് നിങ്ങളെ വഴികേടിന്റെ ദ്വലാലത്തിന്റെ ചളിക്കുഴിയിലേക്ക് വാരിയെറിയാൻ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്ന തലപ്പാവ് ധരിച്ച ജൂത പരിശകരുടെ ചട്ടുകങ്ങളായി മാറിയ പുരോഹിത വർഗത്തിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, തങ്ങന്മാരോടടക്കം
ചില ആൾക്കാർ നമ്മളിങ്ങനെ പറയുമ്പോൾ പറയും, അല്ല നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലപ്പ, എന്തൊക്കെ സംഭവിച്ചു പോകും. എന്ത് സംഭവിക്കാൻ? അതൊരു മുത്തുക്കോയ, അല്ലെങ്കിൽ മുല്ലക്കോയ, അല്ലെങ്കിൽ എന്ത് പേരാ പറയാ, ഇമ്പിച്ചിക്കോയ. ഇതിനപ്പുറത്ത് വേറെ നമുക്കില്ല. നമ്മളങ്ങനെ ശിർക്കിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുന്ന ടീംസ് അല്ല. നമ്മളങ്ങനെ മരിച്ച മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് തങ്ങളെ തരണേന്ന് പറയുന്ന ദുഷിച്ചവരെ പേടിക്കുന്ന വിഭാഗമല്ല. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടിയാറുകളാണ്. അള്ളാഹുവിന്റെ ഏകാധിപത്യത്തിന്റെ കാര്യത്തിൽ ലാ യഖാഫൂന ലൗമത ലായിം, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ പേടിക്കുന്ന ടീംസ് അല്ല സലഫികൾ. അതുകൊണ്ട് തങ്ങന്മാരെ പേര് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കേ വേണ്ട. അത് ഏത് മുത്തുക്കയായാലും, അത് AP ആയാലും BK ആയാലും നമുക്കത് വിഷയമേ അല്ല. പേടിയുണ്ടാരെ ഫലാ തഖാഫൂഹും വഖാഫൂനി എന്നല്ല പറഞ്ഞ അള്ളാഹുവിനെ, അള്ളാഹു മരിക്കുന്നവരെ ആ ഖൗഫും ഖശിയത്തും ഇസ്തിഖാമത്തോടെ നസീബാക്കി തരട്ടെ. നിങ്ങൾ ഈ ഭാഗത്തുള്ള ചില തങ്ങന്മാര് ഒരു പരിപാടി തന്നെ അതാണ്. വന്നിട്ട് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞു ഒരു തങ്ങളുണ്ടായിരുന്നല്ലോ, സലഫ് കയറിയ ബസ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ്, കയറിയാൽ തന്നെ സലഫിന്റെ മുമ്പിൽ നിൽക്കണം, ബാക്കിൽ നിൽക്കാൻ പറ്റൂല. എന്താ കാര്യം? കാറ്റിങ്ങോട്ടല്ലേ വരിക. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന സലഫിന്റെ മേത്ത് കൊണ്ടിട്ടാണ് ആ കാറ്റ് ബാക്കോട്ട് വന്നതെങ്കിൽ നിന്റെ മേത്ത് കൊണ്ടാ നീ സലഫിയായി പോവും. പേടിയുണ്ട്. കാരണം ഹക്ക് എപ്പോഴും മനുഷ്യന്റെ മനസ്സിന് സത്യത്തിനോടൊരു തേട്ടം ഉണ്ടാവും. അത് പ്രകൃതിപരമായിട്ട് മനുഷ്യന് കിട്ടിയൊരു കേസാണ്. തേടിക്കൊണ്ടിരിക്കും മനസ്സ്. സത്യം ബോധ്യപ്പെട്ടാൽ മനസ്സങ്ങോട്ട് പോവും. പേടിയുണ്ട്. സലഫിന്റെ ബാബർ ഷോപ്പ് കയറാൻ പാടില്ല തങ്ങളെ ഫത്വ. തങ്ങൾക്ക് അത്ര പേടിയുണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് സംതിങ് എന്തോ നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ് അല്ലേ? നമ്മൾ മാജിക് കാണിക്കുന്നുണ്ട് സ്റ്റേജുമ്മൽ. നമ്മളെന്തെങ്കിലും വേറെ ദുനിയാവിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്കുന്നൊന്നുമില്ല. നമുക്കാകെ പറയാനുണ്ട് ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്. ഇതാ സൃഷ്ടിച്ച അല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി അല്ലാഹു അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതാ നമ്മുടെ മുൻഗാമികൾ സഹാബത്ത് ഇങ്ങനെയാ ജീവിച്ചത്, അങ്ങനെ ജീവിച്ച് മരിച്ചോളി. ഇതേ നമുക്ക് പറയാനുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഈ പുതിയ വർഷത്തിൽ ചോദിക്കാനുള്ള ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ. പിറകിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഭാഗ്യവാൻ. റസൂലുള്ളാഹിന്റെ കൂടെ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്ത, റസൂലുള്ളാഹിന്റെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്ത സഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, പെട്ടെന്ന് റസൂൽ വിളിച്ചു, യാ മുആദ്. അപ്പൊ ഞാൻ പറഞ്ഞു ലബ്ബൈക യാ റസൂലല്ലാഹ്. പിന്നെ റസൂൽ ഒന്നും മിണ്ടുന്നില്ല. കഴുത കുറെ മുമ്പോട്ട് പോയി. രണ്ടാമതും വിളി, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. ഉത്തരം കേട്ടു, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. കുറെ മുമ്പോട്ട് പോയി. മൂന്നാമതും വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ് ബി അബി വ ഉമ്മി. എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് അർപ്പണം. എന്താ റസൂലെ ഇങ്ങനെ വിളിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്നത് കഴുതപ്പുറത്ത്, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? മൂന്നാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. എന്തിനാ ഈ ബാക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുആദിനെ മൂന്നൂട്ടം വിളിച്ചിട്ട് ചോദിച്ചത്? എന്തിനാ പ്രിയപ്പെട്ട നാട്ടുകാരെ 3 പ്രാവശ്യം പിറകിലുള്ള മുആദിന്റെ പേര് വിളിച്ചത്? മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിക്കാൻ പോകുന്ന വിഷയം മലക്കുൽ മൗത്ത് വന്ന് റൂഹ് പിടിച്ച് മയ്യത്താക്കുന്നതുവരെ നഷ്ടപ്പെട്ടു പോവാതെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള വളരെ കടുപ്പപ്പെട്ടൊരു വിഷയം മുആദിന് ഓതിക്കൊടുക്കാൻ പോവുകയാണ്. അതാ ഗൗരവത്തിൽ മുആദ് കേൾക്കാൻ 3 വട്ടം വിളിച്ചത്. ചോദിച്ച ചോദ്യം എന്താണ്? അതദ്രി മുആദേ, നിനക്കറിയോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിനോട് അവന്റെ അടിമകൾക്കുള്ള ബാധ്യത എന്താണെന്ന് അറിയോ നിനക്ക്? മാർക്കം ചെയ്യലല്ല. ചില ആൾക്കാർക്ക് ചെയ്താൽ പിന്നായി. ടൈമില്ല, നിസ്കാര ടൈം വരുത്തല്ല, ഇല്ലെങ്കിൽ 8 മോതിരം ഇടലല്ല, കൈമ പിന്നെ എന്താ പറയാ, തസ്ബീഹ് മാല ചുറ്റിയ, വലിയ കറുത്തൊരു പച്ച ഷാള്, വലിയ വള്ളക്കന്തൂറ, വലിയ തലയിക്കെട്ട്, ഒരു 10-15 മുരീതന്മാർ ഇങ്ങനെ വരിക റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ വരുമ്പോ കണ്ട കാഴ്ച ഈ പറയുന്നു, ഇങ്ങനെ വരുന്നു റെയിൽവേ സ്റ്റേഷനില്. ഇതൊന്നൊന്നുമല്ല, ഇതൊക്കെ വേഷം, ഖലാസ്, വേറൊന്നുമില്ല. അറബി വേഷം, അനറബി ധരിച്ചു, അത്ര തന്നെ. ഇതാ നമ്മളും കന്തൂറ, അറബി കന്തൂറ, അനറബിയായ കേരളക്കാരായ നമ്മൾ ഇട്ടു, അതിനപ്പതിയിലൊന്നുമില്ല.
ഇത് പ്രത്യേകിച്ച് സുന്നത്തൊന്നല്ല. അതേസമയം അള്ളാഹുവിന്റെ റസൂൽ ധരിച്ച വസ്ത്രമാണ് നീളക്കുപ്പായം. ആ മുഹബത്ത് എന്നാ പിന്നെ ഞാനും അതിന് കൂലിയുണ്ട്, സംശയമൊന്നുമില്ല. അതിന്റെ അപ്പുറത്ത് വേറൊന്നും ആക്കാനൊന്നുമില്ല. അത് മാർക്കറ്റിൽ മത്തിക്കച്ചവടം ചെയ്യുന്ന കന്തൂറ ഇട്ടാലും കന്തൂർ തന്നെ, ഷെയ്ഖനെ ഇട്ടാലും കന്തൂറ തന്നെ. അതായത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്നില്ല. കടുപ്പപ്പെട്ട ചോദ്യം, അതതിരി അറിയോ നിനക്ക് എന്താ അള്ളാഹുവിനോടുള്ള അടിമയുടെ ബാധ്യത? മുആദ് ചെവി കൂർപ്പിച്ചു. എന്താ ഇപ്പൊ റസൂൽ പറയാമോ? ഖുൽതു വല്ലാഹു വറസൂലുഹു അലം. ഞാൻ പറഞ്ഞു അള്ളാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അധികം അറിയുന്ന ആളുകൾ. അപ്പോൾ റസൂലുള്ളാഹി പറയാൻ, അടിമക്ക് അള്ളാഹുവിനോട് ഒരു കടപ്പാടേ ഉള്ളൂ മുആദേ, അയ്യഅബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അവന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്, അവരോടൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്. ഹക്ക് പൂർത്തിയായി. അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയായി. ആ ഹക്ക് പൂർത്തിയാക്കിയവൻ അത് തെളിയിക്കാനായിട്ട് ചെയ്യേണ്ട കർമ്മമാണ് നിസ്കാരം തൊട്ടങ്ങോട്ടുള്ള മുഴുവൻ നന്മകൾ. വേറെ ഒരു നന്മയും അള്ളാഹുവിനോടുള്ള ഹക്കിൽപ്പെട്ടതല്ല. ഹക്ക് പൂർത്തിയാക്കിയ മുവഹിദായ മുസ്ലിമായ മുഅ്മിനായ ഒരാള് അതിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്തിഖാമത്ത് ലഭിക്കാൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് നിസ്കാരം തൊട്ടങ്ങോട്ടുള്ള മുഴുവൻ നന്മകളും. ആദ്യം നിറവേറ്റേണ്ടത് അള്ളാഹുവിനോടുള്ള ഹക്ക്, ബാധ്യത, കടപ്പാട്. അതെന്താണ്? അയ്യഅബുദൂഹു, ഇബാദത്ത് അവന് മാത്രം, വലാ യുശ്രികൂ ബിഹി ശൈഅ, ഒരു വസ്തുവിനെയും അവനോട് പങ്കു ചേർക്കാതിരിക്കൽ. അത് നിറവേറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ ചരടുണ്ടാവൂല, വീട്ടിൽ കുപ്പി ഉണ്ടാവൂല, ജിന്നുമാരുടെ അടുത്തേക്ക് മാസാമാസം പോവൂല, തങ്ങളെ കാണാൻ വേണ്ടി പോവൂല, ദാറത്തിന്റെ ഉറൂസിന് പങ്കെടുക്കൂല, അതേപോലെ തന്നെ ദർഗയിലെ ഉത്സവത്തിന് പോവൂല, ഉള്ളാളത്തെ ഷേഖൊന്നും അവർക്കൊരു വിഷയമല്ല. അങ്ങനത്തെ ഒരു ബീവിയോ ബാവയോ ദേവനോ ദേവിയോ തങ്ങളോ തങ്ങൾച്ചിയോ ഇതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവന്റെ കൽബിലുള്ളത് വഹ്ദ ലാ ശരീക ലഹ്, സൃഷ്ടിച്ച അല്ലാഹു മാത്രം, വേറൊരാ. അത് അല്ലാഹുവിനോടുള്ള ഹക്കാണ്. നിറവേറാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ? മുആദേ, അടിയാറുകൾ ആ ഹക്ക് നിറവേറിക്കഴിഞ്ഞാൽ തിരിച്ച് അല്ലാഹുവിനെ അടിമകളോടുള്ള ഹക്ക് എന്താണെന്ന് അറിയുമോ? മുആദേ, തൗഹീദ് പൂർത്തിയാക്കി ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, നരകം അവർക്ക് ഹറാമാക്കുക. ഇതാ അല്ലാഹുവിന്റെ അടിമയോടുള്ള ഹക്ക് എന്ന് മുആദ് ഇബ്നു ജബലിനോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2024 എന്ന കഴിഞ്ഞ ഒരു വർഷത്തില് അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയോ ഇല്ലയോ? ചിന്തിച്ചോളെ. പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ, അഥവാ ഇപ്പോഴും തങ്ങളെ വാലും പിടിച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ, ഇപ്പോഴും ജാറത്തിലും ദർഗയിലും ഉറൂസിലും ഉത്സവത്തിലുമായിട്ട് ആ ജീവിതം തള്ളിക്കളയുന്നതെങ്കിൽ, നിന്റെ റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയായിട്ടില്ല. നീ നരകത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്. തിരിച്ചു വന്നോളിൻ സ്വർഗത്തിന്റെ രാജപാതയിലേക്ക്. പുതിയ വർഷത്തിൽ എങ്ങനെ നിന്റെ റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിക്കൊണ്ട്. ഇല്ല റബ്ബേ, ഞാൻ നീയല്ലാത്തവരെ വിളിച്ചുപോയി, ഞാൻ നീയല്ലാത്ത ആൾക്കാരോട് ചോദിച്ചുപോയി. നീ എത്ര വ്യക്തമായി പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കണ്ട, വിളിക്കണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടും എന്നെ പിന്നെയും മൗലമാര് പിഴപ്പിച്ചു. ഈ കാണുന്ന കട്ടക്കഥകളും കെട്ടുകഥകളും ഡിങ്കന കഥകളും പറഞ്ഞ് എന്നെ പിന്നെയും ജാറത്തിലേക്കും തങ്ങന്മാരടുത്തേക്കും കൊണ്ടുപോയി. ഞാൻ നശിച്ചുപോയി റബ്ബേ, നീ മാപ്പാക്കിത്ത, പുതിയ വർഷം മുവഹിദായി ജീവിക്കാനുള്ള തൗഫീഖ് താ എന്നും പറഞ്ഞ് തൗബ ചെയ്ത് തിരിച്ചു വന്നോളെ. അല്ലേ? അള്ളാഹു എത്ര വ്യക്തമായിട്ടാ പറഞ്ഞെന്ന് ജാറത്ത് പോകുന്ന ആൾക്കാർക്ക്. ഹക്ക് പൂർത്തിയാക്കാത്ത ആൾക്കാർക്ക് എത്ര മനോഹരമായിട്ടാ അള്ളാഹു ഉദാഹരണം പറഞ്ഞു തന്നത്. ജാറങ്ങളിലും തങ്ങന്മാരടുത്തും ചെന്ന് ശൈഖന്മാരും അതേപോലെ തന്നെ തങ്ങന്മാരുമാണ് മക്കളെ തരുന്ന, രോഗം മാറ്റുന്നത്, ബറക്കത്തുണ്ടാക്കുന്നത്. അങ്ങനെ 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 അന്ധമായ വിശ്വാസങ്ങള്, പിഴച്ച വിശ്വാസങ്ങള് പേര് ജീവിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര മനോഹരമായിട്ടാ ഉദാഹരണം ഖുർആനിൽ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാ ഖുർആൻ കേൾപ്പിക്കാത്ത. സൂറത്തുൽ ഹജ്ജ്, യാ അയ്യുഹന്നാസു ദുരിബ മസലുൽ ഫസ്തമിഊ ലഹു, യാ അയ്യുഹന്നാസു ദുരിബ മസലുൽ ഫസ്തമിഊ ലഹു. ഏ ജനങ്ങളെ, നിങ്ങൾക്കൊരു ഉദാഹരണം ഉപമിക്കപ്പെടുകയാണ്. ഫസ്തമിഊ ലഹു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അല്ലാഹു പറയും. എന്താ ഉദാഹരണം?
ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, കൃത്യമായിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, തദ്ഊന മിൻ ദൂനില്ലാഹ്, ആരാണവർ? അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ അവരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ളവർ, അല്ലാഹു എല്ലാം പെട്ടു, അല്ലാഹു എല്ലാത്ത എല്ലാവരും പെട്ടു. നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുമെന്ന് പുരോഹിതന്മാര് വിശ്വസിപ്പിച്ചത്, അത് വിശ്വസിച്ച് നിങ്ങൾ അന്ധവിശ്വാസം പേര് ജീവിക്കുമ്പോ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, കളവ് പറയാത്ത റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഉദാഹരണം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, എന്നിട്ട് തീരുമാനിച്ചോ പോണോ പോണ്ടേന്ന് അല്ലാഹു പറഞ്ഞു. സലഫി പറയുന്നല്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊരു ഈച്ചയെ പോലും തീർച്ചയായും സൃഷ്ടിക്കുകയില്ല. ഒരു ഈച്ച, ഇത്രയുള്ള സാധനം, മക്കി, അതിനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ലാത്തതിനടുത്താണ് നിങ്ങളീ പോകുന്നത്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ എത്ര വല്ല പൊട്ടനും പൊട്ടത്തിയുമാണ്, നിങ്ങൾ എത്ര വല്ല മന്ദബുദ്ധിത്തരായി കാണിക്കുന്നത്. നിങ്ങളും ബനു ഇസ്രായേലിനെ പറഞ്ഞ പോലെ കഴുതകളെ പോലെ മാറുകയാണോ? ഇത് അല്ലാഹുവിന്റെ ചോദ്യം. ഒരു ഈച്ചനെ പടക്കാൻ പറ്റൂല അവർക്ക്. അള്ളാഹുവിന്റെ ഈ ഉപമ പോരെ നിങ്ങൾക്ക് മുത്തുക്കോയാന്റെ കളവ് മനസ്സിലാക്കാൻ, മുല്ലക്കോയന്റെ ബഡായി മനസ്സിലാക്കാൻ, പറ്റശാലി കെട്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന ജൂതന്റെ ചട്ടുകങ്ങളുടെ ഒളിയമ്പുകളെ തിരിച്ചറിയാൻ അല്ലാഹു പറഞ്ഞ ഈ ഒരൊറ്റ വാചകം മതിയാവൂലേ? തങ്ങളും ശൈഖുനയും എന്തല്ലോ ബടായി വിടുക. അല്ലാഹു പറയുന്നു ഈച്ചനെ പോലും സൃഷ്ടിക്കാൻ പറ്റൂല. ആരെയാ നിങ്ങൾ ഈ ഒരു വർഷം 2024 കൊല്ലം നിങ്ങൾ വിശ്വസിച്ചത്? അള്ളാനെയാണോ അതല്ല ശൈഖുനാനെയാണോ? നഫ്സിനോട് ചോദിച്ചു നോക്ക്. അല്ലാഹു പറയുന്നു ഈച്ചനെ പോലും ഉണ്ടാക്കൂല. ശൈഖുന പറയുന്നു ഭാര്യന്റെ വയറ്റിലുള്ള പെണ്ണിനെ ആണാക്കാൻ പറ്റൂ. ഏതാ വിശ്വസിക്കണ്ട നമ്മള്? അല്ലാഹു പറയുന്നു വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എന്റെ ഇബ്രാഹിം പറഞ്ഞ വാക്ക് അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ രോഗിയായാൽ രോഗം ശമിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ശൈഖുന പറയുന്നു അതൊന്നുമല്ല, ഏർവാടി പോയാ മാറൂ. ഏതാ വിശ്വസിക്കുക? ഏതാ വിശ്വസിച്ച് പോരുന്നത്? നിങ്ങൾ എന്തിനാ ഏർവാടിയിലേക്ക് പോകുന്നത്? എന്തിനാ നിങ്ങൾ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ എന്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി കയറിയപ്പം പുറത്തിരിക്കുന്ന ഒരു പെണ്ണുകൾ നഫീസത്ത് മാല വായിക്കുന്നത്, ഭാര്യക്ക് സുഖപ്രസവം ഉണ്ടാവാൻ നഫീസത്ത് മാല വായിക്കുന്നത്. ഈ അന്ധവിശ്വാസം നിങ്ങളുടെ തലച്ചോറിൽ അടിച്ചിറക്കിയ പുരോഹിതവർഗം എന്ന ബഡായിരാമന്മാരെക്കാൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെയാണ്. ഓനെ കൽബ് നിങ്ങൾ മാറ്റി പകരം ശൈഖുനാനെ വെച്ചു. ഒരു കൊല്ലം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് പാഴായി, പ്രിയപ്പെട്ടവരെ. തിരിച്ചു വന്നോളൂ. എങ്ങോട്ട്? സലഫി പ്രസ്ഥാനത്തിലേക്കൊന്നും വരണ്ട. SKSM മെമ്പർഷിപ്പ് അങ്ങനെ കൊടുക്കൊന്നുമില്ല, അല്ല നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. എങ്ങോട്ട് വന്നാ മതി? ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്. എന്റെ റബ്ബ് പറഞ്ഞതിലേക്ക്, എന്റെ റസൂല് പറഞ്ഞതിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്. കാരണം എന്താ അറിയോ? അള്ളാഹുവിനോടുള്ള ഹഖ്ഖത. ലൻ യഖ്ലുഖു ദുബാബ ഇനി വലവിജ്തമഊല. എല്ലാവരെയും നിങ്ങൾ കൂട്ടിക്കോ. ഇവിടെ മംഗലാപുരം തൊട്ട് തുടങ്ങിക്കോ, കന്യാകുമാരി വരെ മൂലാമാരി തുടങ്ങുന്ന പോലെ ജാറം ഇതുണ്ടല്ലോ, മക്കാസി ഉംറ സിയാറത്ത് പോലെ. ഏത് സിയാറത്ത്? ജാറം സിയാറത്ത്. അങ്ങനെ മംഗലാപുരത്ത് പിന്നെ തങ്ങളടുത്ത് നിന്ന് തുടങ്ങും. അങ്ങനെ കാസർഗോഡ് തളങ്കരയിൽ വന്ന് പിന്നെ കണ്ണൂർ മൂന്നുപെറ്റുമ്മ, അങ്ങനെ പോയി 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 തിരുവനന്തപുരത്തെ ഭീമാ ഉമ്മിച്ച. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ, ചില തങ്ങന്മാർക്ക് പേരുണ്ടാവില്ല, അപ്പൊ എന്ത് പേര് വെക്കും? അബ്ദുല്ലാഹി വലിയുപ്പാപ്പ. എന്താണ് വെക്കുക? അബ്ദുല്ലാഹി വലിയുപ്പാപ്പ. എന്താ അർത്ഥം? ഒരടിമ, അള്ളാന്റെ ഒരു അടിമ, ഏതോ പൊട്ടനോ ഭ്രാന്തോ ആയിരിക്കാം, എന്നാലും അബ്ദുല്ലാഹി ആണല്ലോ. അങ്ങനെ ഒരു പേര്, അബ്ദുല്ലാഹി വലിയുപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മൂലാമാര് കൊണ്ടുപോകുന്ന ഈ സിയാറത്ത് ടൂറിൽ പോയ എല്ലാ ജാറത്തിലുള്ള ടീംസിനെയും ഒരുമിച്ച് കൂട്ടിക്കോ. വലവിജ്തമഊല, എല്ലാത്തിനും കൂട്ടിക്കോ. എന്നിട്ട് എന്തെങ്കിലും നടത്താൻ പറ്റൂല്ലേ നോക്ക്.
നിങ്ങൾ നിങ്ങളുടെ ഈ മൂർത്തികൾക്ക് അർപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കൊത്തിയെടുത്ത് പറക്കാനായി ആ ഈച്ച അങ്ങോട്ട് പറന്നു വന്നാൽ അതിനെ തടയാൻ പോലും അവർക്ക് സാധിക്കൂല. എന്നിട്ടല്ലേ നിന്നെ സഹായിക്കുന്നത്. തേടിയവനും തേടപ്പെട്ടവനും ഒരുപോലെ ബലഹീനൻ തന്നെ. അല്ലാഹു ആരെയാ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് വിശ്വാസം? ഈ അള്ളാഹുവിനെയോ അതല്ല ബഡായിരാമന്മാരായ മൗലാമാരെയോ? ഉത്തരം കണ്ടെത്തിയാൽ മതി. 2024 എന്ന ഒരു വർഷം നിങ്ങൾ ആ ബഡായി ടീംസിന്റെ ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ പുതിയ വർഷം ഹക്കായ അള്ളാഹുവിന്റെ പാശ മുറുകെ പിടിച്ചു വന്നോടിൻ, രക്ഷപ്പെടാം. വേറെ നമുക്കൊന്നും പറയാനില്ല. ഈ നാട്ടിലാകെ 3-4 കുടുംബേ ഉണ്ടാവുള്ളൂ തൗഹീദിന്റെ. അവർ എന്റെ പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയവരാണ്. ഈ മണൽ തരികള്, ഈ മരങ്ങൾ, ഈ ഇലകള്, ഈ അന്തരീക്ഷത്തിൽ നാം കാണാതെ പറക്കുന്ന പൊടികൾ ഉടമസ്ഥന്റെ കോടതിയിൽ നിങ്ങൾക്ക് സാക്ഷിയാണ്. എന്തിന്? ഉടമസ്ഥന്റെ വഹ്ദാനിയത്ത് ഈ നാട്ടിലുള്ള അൽ ഇൻസാൻ എന്ന പേരുള്ള ഉത്തമ സൃഷ്ടിയെ കേൾപ്പിക്കാൻ നിങ്ങൾ ഈ പ്രയത്നിച്ച പ്രയത്നത്തിന് സാക്ഷിയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ ഉത്തരവാദിത്വം പൂർത്തിയായി, നിങ്ങൾ രക്ഷപ്പെട്ടു നാളാഖിറത്തിൽ. തിരിച്ചു വന്നോളൂ. അള്ളാഹു പറഞ്ഞതാണ് എല്ലാരും വന്നാലും പോയവരും പോയി. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്നറിയോ? അള്ളാഹു പറയാണ്, നിങ്ങൾ എന്തുകൊണ്ടാ അള്ളാഹിനെ വിട്ടിട്ട് അള്ളാഹിനോടുള്ള ഹക്ക് പൂർത്തിയാക്കാതെ തങ്ങളോടുള്ള ഹക്ക് പൂർത്തിയാക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാ അറിയോ? നിങ്ങൾ അള്ളാഹുവിന് വില കൽപ്പിക്കേണ്ട പോലെ വില കൽപ്പിക്കുന്നില്ല. നിങ്ങൾ 4 മണിക്കൂർ പ്രസംഗത്തിൽ കേൾക്കുന്നത് CM-ന്റെ ഫദായിലാണ്. ഉള്ളടത്തെ തങ്ങളെ ഇല്ലാത്ത കെട്ടുകഥകളാണ്, CM-ന്റെ പിരാന്തം കഥകളാണ്. നിങ്ങളെ മൗലമാര് കേൾപ്പിക്കുന്നത് ഇസ്ലാമിന് കേട്ട് പരിചയം പോലും ഇല്ലാത്ത വാദഗതികളാണ്. ഇതൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ മനസ്സിലായിട്ടില്ല. അല്ലാഹനെ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല, അല്ലാഹനെ നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങളെ മനസ്സിന് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അല്ലാഹു പറയാ മാ ഖദറുല്ലാഹ ഹഖ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടെല്ലേ മൗലവിമാര് പറയുന്നത് സലഫികളെ ക്ലാസ് കേൾക്കരുത്, പ്രസംഗം കേൾക്കരുത്. ഇടയ്ക്ക് നിങ്ങളെ എല്ലാം ഈ ഭാഗത്ത് തന്നെ പറയുന്നു തോന്നുന്നു. പ്രസംഗം കേൾക്കരുത്, തോക്കേറ്റാ പറഞ്ഞെന്ന് തോന്നുന്നു. സെൽഫികളെ ക്ലാസ് കേൾക്കരുത്, നിങ്ങൾ പഴിച്ചു പോകുന്നു. പക്ഷെ നമ്മളെന്താ പറയുന്നറിയോ? നിങ്ങൾ സമസ്തക്കാരെ ഖുറാഫി ശേഖന്മാരുടെ മുഴുവൻ ക്ലാസ്സും കേൾക്കണം, എല്ലാം കേൾക്കണം. മുമ്പിലത്തെ സഫ് പോയിരുന്നിട്ട് കേൾക്കണം. അപ്പം ഖുർആനും ഹദീസും പറയുന്ന സത്യത്തിന്റെ പൊലിമ നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാവും. ഇതെന്ത് ബടായി ഇവര് പറയുന്നു എന്ന് നിങ്ങളെ മനസ്സ് പറയും. ഇതെന്ത് പൊട്ടത്തരായി ഇവര് പറയുന്നത്, ഇതേത് ഖുർആൻ, ഇതേത് ഹദീസ്, ഇതേത് ദീൻ എന്ന് മനസ്സിൽ നമുക്ക് തോന്നിക്കിട്ടിയാൽ അൽഹംദുലില്ലാഹ് അവിടെ പോയിട്ട് കേൾക്കണം. കാരണം എന്താ അറിയോ? അള്ളാഹു ഹൃദയത്തിൽ സ്ഥാപിച്ചവൻ എന്ത് കേട്ടാലും പോകുന്ന പരിപാടിയില്ല. അള്ളാഹു ആ രീതിയിൽ നമ്മൾ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ചോദിക്കോ മൂലാമാല പ്രസംഗങ്ങൾ 4 മണിക്കൂർ പ്രസംഗത്തില് ആദ്യം ഹംദും സലാത്തും പറയുമ്പോ അള്ളാനെ പറയും. പിന്നെന്താ കഥ? പിന്നെ ഇതല്ലേ ഡിങ്കന്റെ കഥ, മായാവി കഥ, കുട്ടൂസന്റെ ഡാക്കിനിന്റെ കഥ. ഇങ്ങനെ പറയുക, എന്നിട്ട് ആൾക്കാർ സലാത്തും ഇല്ല. പിന്നെ മുട്ട എടുക്കുക. ഇതാ 2 റുപ്യക്ക് വാങ്ങിയ മുട്ടയാണ്, 20,000 വില ഇട്ടിട്ടുണ്ട്, 50,000 വാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറായിക്കോളി, വിറ്റിട്ട് പോവാ, ഖലാസ് കഴിഞ്ഞു. നമുക്ക് ആ പരിപാടി ഇല്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദർ. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും മതപ്പതിച്ചവരായി മാറരുത്. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ തിരിച്ചറിയാത്തൊരു മനുഷ്യൻ, ഭക്ഷണം തരുന്ന, വെള്ളം തരുന്ന, വായു തരുന്ന, ആരോഗ്യം നൽകുന്ന, ജീവിതത്തെ നിയന്ത്രിക്കുന്ന റബ്ബുൽ ഇസ്സത്തിനെ പറ്റി ബോധമില്ലാത്തൊരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അധപ്പതിച്ചു പോകും. അതുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്ത ഹക്ക് പൂർത്തിയാക്കിയോ ഇല്ലയോ? എന്താണ് ഹക്ക്? അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അഥവാ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, 2 രോഗങ്ങൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടാവും.
ശ്രദ്ധിച്ചോളി. അതാണ് മക്കത്തെ മുശ്രിക്കിനെ പിടികൂടിയ 2 രോഗങ്ങൾ. ആ 2 രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പിഴവിലാണ്, ദ്വലാലത്തിലാണ്, മരിച്ചാൽ നരകത്തിന്റെ അവകാശിയാണ്. ഒരു സംശയം അതിൽ വേണ്ട. നിങ്ങളുടെ നിസ്കാരം കബൂലാവൂല, നിങ്ങളുടെ നോമ്പ് കബൂലാവൂല, നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും കബൂലാവൂല, വല്ലാഹി കബൂലാവൂല. എന്തുകൊണ്ടറിയോ? അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയമുണ്ടെങ്കിൽ നിങ്ങളെ ഇബാദത്ത് കബൂലാവൂല. ഒന്നാമത്തെ രോഗം എന്താ അറിയോ? മക്കത്തെ മുശ്രിക്കിന്റെ അവർ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ലെങ്കിലും അവരുടെ വാദത്തിൽ അവർക്ക് അള്ളാഹുവുമായി തടുക്കാൻ നേർക്കുനേരെ പറ്റൂല. മറിച്ച് എന്താ അവരുടെ വാദം? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ നമുക്കിടയിലും അള്ളാഹിന്റെ ഇടയിലും ചില ആളുകൾ വേണം. ശൈഖുൽ ഇസ്ലാം പറഞ്ഞ പോലെ, മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത യദ്ഊഹും വയതവക്കലു അലൈഹിം വയസ്അലുഹും അശ്ശഫാഅ കഫറ ഇജ്മാഅൻ. നവാഖിദുൽ ഇസ്ലാമിന്റെ രണ്ടാമത്തേതാണ്. മക്ക മുശ്രിക്കിനുണ്ടായ പ്രശ്നം അതാണ്. ഇതുപോലെ അമ്പലക്കടവ് ഫൈസി പറഞ്ഞ പോലെ, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, അയാളെ അറിയാതിരിക്കാനും വഴിയൊന്നുമില്ല. കാരണം അമ്മാതിരി വടയെല്ലാം വിടുമ്പോൾ അറിയാണ്ടിരിക്കും. ഒരു മൊലാലോട്ട് ചോദിച്ചു, അള്ളാഹിനെ നേർക്ക് നേരെ വിളിക്കലാണോ നല്ലത്, അതല്ല ഷെയ്ഖിനെ വിളിച്ചിട്ട് അള്ളാഹുലേക്ക് അടയാളനാക്കലാണോ നല്ലത്? അള്ളാഹുവിനെ അറിയാവുന്ന അടിമ എന്താ പറയാ? ഹുനാലിക ദഅ സകരിയ റബ്ബഹ قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. മറിയമിന് ആ സ്ഥലത്ത് കിട്ടാത്ത പണം കഴിക്കുന്ന കറാമത്ത് സക്കരിയ കണ്ടപ്പോൾ ഹുനാലിക അവിടെ വെച്ച് എന്റെ അടിമ സക്കരിയാന്റെ റബ്ബിനെ നേർക്ക് നേരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാനൊരു കുഞ്ഞിനെ എത്ര കാലമായി നിന്നോട് ചോദിക്കുന്നു, എനിക്കൊരു കുഞ്ഞിനെ താ അല്ലാഹ്. ഇന്നക സമീഉദ് ദുആ, നീ അടിമയുടെ ദുആ കേൾക്കുന്നവനാണല്ലോ. ഇതാണ് മുവഹിദ് പറയാ. എടാ, സക്കരിയ വിളിച്ച കഥ അന്ന് ഖുർആനിൽ പറഞ്ഞു തന്നിട്ട് പോയി വിളിക്കടാ നിന്റെ റബ്ബിനെ, നിന്നെ സൃഷ്ടിച്ചവനെ, നിന്നെ കാണുന്നവനെ, നിന്റെ ഉള്ളും പുറവും അറിയുന്നവനെ, നിന്റെ രഹസ്യം പരസ്യം അറിയുന്ന അള്ളാനെ വിളിക്കണോ എന്ന് പറയേണ്ട സ്ഥാനത്ത് അമ്പലക്കടവ് വൈസി എന്നയാൾ പറഞ്ഞു. അത് 2 തരത്തിലുണ്ട്. ഒന്ന് KSRTC ബസ് പോകുന്ന സുഖം, മറ്റൊന്ന് ബെൻസ് കാർ പോകുന്ന സുഖം. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. നിങ്ങൾ ഉടമസ്ഥനായ അള്ളാഹുവിന് ഇങ്ങനത്തെ ഉപമ പറയല്ലോ, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകും. എന്താ KSRTC ബസ്സിന്റെ പ്രശ്നം? നിങ്ങൾ കർണാടകന്റെ ബസ്സിനെ പറ്റി പോണ്ട, കർണാടകത്തിൽ വന്നിട്ട് ഞാൻ കുറ്റം പറയുന്നുണ്ട്. നമ്മളെ മലബാറിന്റെ അവസ്ഥ എടുത്തോ. എപ്പാ ടയർ പൊട്ടാന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ ആൾക്കാർ ഉള്ളിൽ കൂടെ തെറിച്ചു പോവാന്ന് പറയാൻ കഴിയില്ല, എപ്പോഴാ ഗീറ് പൊട്ടാന്ന് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു യാത്രയായിരിക്കും. കുണ്ടിലും കുഴിയിലും വീണ് അടിച്ച് തലയടിക്കുന്നു, തോലടിക്കുന്നു. ഓ, അതായിരിക്കും KSRTC ബസ്. ബെൻസോ അങ്ങ് ഇരുന്നെടുത്താൽ മതി, പോകുന്നമ്മ അറിയില്ല. അല്ലെങ്കിൽ പാലും വെള്ളം ഒഴുകുന്ന പോലെ ബെൻസ് പോകും. എന്ന് പറഞ്ഞാൽ ജൂത പരീക്ഷകളുടെ ചട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ നരകത്തിലേക്ക് വിളിക്കുന്ന ഹിസ്ബുശ് ശൈത്താൻ, പിശാചിന്റെ വക്താക്കളും സൈന്യക്കാരും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സാധാരണക്കാരായ വിവരം കുറഞ്ഞ സാധുക്കളോട് ഉടമസ്ഥനായ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു പരിചയപ്പെടുത്തുന്ന രീതിയാണിത്. അല്ലാഹുവിനെ നേർക്ക് നേരെ വിളിച്ചാൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതവിടെ എത്താനും ഉത്തരം കിട്ടാനും പ്രയാസമായിരിക്കും. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നസീബാകട്ടെ. അമ്പലക്കടവ് ഫൈസി, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ. ആ ഒറ്റ വാദത്തെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഫത്വ തരാൻ നമ്മൾ ആളല്ല, ഹുക്മ പറയാനും നമ്മൾ ആളല്ല. പക്ഷെ പ്രശ്നം ഗുരുതരമാണ്. അതേസമയം ഔലിയാക്കളെ വിളിച്ചാൽ ബെൻസ് കാർ പോലെ ബേം കേൾക്കും, ബേം കിട്ടും. മഅദല്ലാഹ്, മഅദല്ലാഹ്. എന്താ നിങ്ങളുടെ അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസം? 23 വർഷത്തെ പ്രവാചക പ്രഭുവിന്റെ ദഅവത്ത് പ്രബോധനം നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് കാറ്റിൽ പുറത്തി ഉമ്മത്തിനെ ളാലത്തിലേക്ക് വലിച്ചിട്ടില്ലേ? എന്ത് ആദർശാ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എവിടത്തെ മൗലാരി മുസ്ലിയാരുവാ? നിങ്ങൾ ഏത് ഖുർആൻ സുന്നത്ത് ഓതിട്ടാ പ്രസംഗിക്കാൻ നടക്കുന്നത്? സലഫി മൗലവി. അതിന് ആരാ ഇവരൊക്കെ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നുള്ളത്? ആരാ ഇവരൊക്കെ അള്ളാഹുവാന്ന് വിശ്വസിക്കുന്നുള്ളത്? ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത കുടിയാക്കളും മഹത്തുക്കളുമാണ്. നമ്മൾ അവരെ വിളിക്കാനുള്ള കാരണം അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളുടെ ശുപാർശകരാണ്. നമ്മൾ അവരോട് പറയും, അവർ ആ വിഷയം അള്ളാഹിനോട് പറയും.
അത്രേ നമുക്ക് വിശ്വാസമുള്ളൂ. അല്ലാണ്ട് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മക്കത്തെ മുശ്രിക്കും അതേപോലെ പറഞ്ഞ ടീമാണ്. വയഖൂലൂൻ, ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ആൾക്കാരെ വിളിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ പറയും, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അവർ അള്ളാഹിന്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശകരാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അതിന്റെ തഫ്സീർ പറഞ്ഞൊരു കാര്യം കൂടി കേട്ടോളിൻ. യുൻകിറുല്ലാഹു തആല അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ അള്ളാഹു ആക്ഷേപിച്ചുകൊണ്ട് പറയാൻ, അല്ലദീന അബദു മഅല്ലാഹി ഗൈറ, അള്ളാഹിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്തവരെ പറ്റി. അള്ളാഹുവിനോടൊപ്പം, അള്ളാഹിനെ മാറ്റി വെച്ചിട്ടല്ല മക്കത്തെ മുശ്രിക്ക്, അള്ളാഹിനെ മാറ്റി വെച്ചിട്ടില്ല, അള്ളാഹുവിനോടൊപ്പം അടയാളന്മാരായും ശുപാർശകരായും മറ്റുള്ളവരെ വിളിച്ച ആളുകൾ പറയും, അവരുടെ വിചാരപ്രകാരം, അവരുടെ ഈ ദൈവങ്ങൾ, അള്ളാഹ്ക്ക് പുറമെ അവരുണ്ടാക്കിയിരിക്കുന്ന ആളുകൾ, അവരുടെ ശുപാർശ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രയോജനപ്രദമാകും എന്ന് അവർ വിശ്വസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിനെ അള്ളാഹു ആക്ഷേപിച്ചും എതിർത്തും കൊണ്ടാണ് ഈ ആയത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ രണ്ട് പ്രശ്നം, ഒന്ന് അടയാളന്മാരുണ്ടാക്കുക, മറ്റൊന്ന് അവരൊക്കെ ശുപാർശകരാണെന്ന വിശ്വാസത്തിൽ പോയിട്ട് ചോദിക്കുക. ആരും അള്ളാഹനെ നിഷേധിക്കുന്നില്ല, നമ്മുടെ നാട്ടിലുമില്ല. ഷെയ്ഖുന, കമർ, സുൽത്താൻ, കൗക്കബ്, പിന്നെ ഈ പറയപ്പെട്ട ബുഖാരി, പിന്നെ CM, അതിന്റെ അനുയായികള്, കുരുവട്ടൂര്, അശ്വനിമാര്, പകരമാര്, പിന്നെ മുത്തടത്തുള്ള കാസിമി, ഇയാളൊന്നും ഇതാരും അള്ളാഹ് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പറയുന്നത് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ പോലെ ഇടയാളനാണ് ആര്, ഭ്രാന്ത് പിടിച്ച് മരിച്ച CM, അതല്ലെങ്കിൽ ശുപാർശകനാണ് ആര്, മൊയ്തീൻ ഷെയ്ഖ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും. അള്ളാഹു പറയുന്നു, എടോ മക്കക്കാരും അങ്ങനെ തന്നെയാ പറഞ്ഞു. അത് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ മക്കക്കാരെ കാഫിർ എന്നും മുശ്രിക്കെന്നും ഖുർആനിൽ വിളിച്ചത്. അപ്പൊ അത് ചെയ്യുന്ന നിങ്ങളോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ ഖുർആന്റെ ആയത്താ പറഞ്ഞത്, മറുപടി ഉണ്ടെങ്കിൽ ഖുർആന്റെ ആയത്തിൽ വെച്ചിട്ട് പറയണം. അത് ചെയ്ത് നിങ്ങളുടെ പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ സ്ഥാനം എന്താണ്? ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതിയ വർഷം മുന്നോട്ട് വരുമ്പം ജനുവരി മാസത്തിൽ ചില ചിന്തകൾ, ചില ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പൂർത്തിയാക്കാൻ പറ്റിയോ ഇല്ലയോ? ഒരു വർഷം കഴിഞ്ഞു, നാളെയോ മറ്റന്നാളോ നമ്മൾ മരിക്കും. ഇതൊന്നും ശാശ്വതമല്ല, ഏത് സമയത്തും യാത്രയാവേണ്ടി വരും. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പം ഒന്ന്, അള്ളാഹു എന്താണോ ജീവിതത്തിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത് ആ ലക്ഷ്യം പൂർത്തിയായിട്ടുണ്ടാവണം. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ കൽപ്പന എന്താണോ അതനുസരിച്ചിട്ടുണ്ടാവണം. അള്ളാഹുവിനോടുള്ള ഹക്ക് പറയാൻ 1.25 ലക്ഷം അമ്പിയാക്കൾ വന്നെന്താണോ പറഞ്ഞത് അത് കേട്ടനുസരിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടാവണം. അള്ളാഹുവിനോട് അടിമക്കുള്ള ഒരേ ഒരു ഹക്ക് എന്താണോ അത് പൂർത്തിയാക്കിയവരായിരിക്കണം, അല്ലാതെ പോവരുത്. ഷിർക്കിന്റെ, ജാറത്തിന്റെ, ദർഗകളുടെ, ഔലിയാക്കളുടെ തങ്ങന്മാരെ ആളുകളായി ആദർശത്തെ പണയം വെച്ച് അള്ളാഹുവിന്റെ കോപമേറ്റുവാകുന്ന തരത്തിൽ മരിച്ചു പോവേണ്ടുന്ന ദുരവസ്ഥ ഉണ്ടാവരുത്. ആ ആഗ്രഹമാണ് നിങ്ങളുടെ മുന്നിൽ പറയാനാണ് പ്രേരിപ്പിച്ചത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിനോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയത്തിൽ പറഞ്ഞ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിതത്തിന്റെ A to Z 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡുകളും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാവാൻ ശ്രമിച്ചു. വാക്കും പ്രവൃത്തിയും വേഷവും കോലവും കച്ചവടവും സ്വഭാവവും ദാമ്പത്യം, കുടുംബം, സാമൂഹികം, യാത്രകള്, വാഹനങ്ങള്, വീട്, എല്ലാം അടുക്കള തൊട്ട് അന്താരാഷ്ട്രം വരെ ആരെപ്പോലെ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു തരിക്ക് കളവില്ലാത്ത, ചതിയില്ലാത്ത പ്രിയപ്പെട്ട പ്രവാചകൻ. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മളോട് ദീൻ സംസാരിച്ച, നമുക്ക് വേണ്ടി കരഞ്ഞു നിലവിളിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഓരത്തിരിപ്പുണ്ട്. രാത്രി പാതിരാക്ക് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് ആയിഷ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ. റസൂലുള്ളാഹി ചോദിച്ചു, അല്ലാഹുവേ, എൻ്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ. മുമ്പ് ചെയ്തതും പിന്നെ ചെയ്തതും രഹസ്യമായതും പരസ്യമായതും വലുതും ചെറുതും ഒക്കെ എൻ്റെ ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ. ആയിഷ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. റാബി പറയാണ്, ആയിഷ സന്തോഷം കൊണ്ട് ചിരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ തുടയിലേക്ക് തലയങ്ങ് ചായ്ച്ചു. തലയിൽ തലോടിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ,
എൻ്റെ ഈ ദുആ നിന്നെ അത്രക്ക് സന്തോഷിപ്പിച്ചോ? അതേ റസൂലേ. റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ ആയിഷ, ഞാൻ ഓരോ നിസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഈ ദുആ ചെയ്യാറുണ്ട്. ഓരോ നിസ്കാരത്തിലും. എനിക്കും നിങ്ങൾക്കും എന്തുണ്ട് കൂറ് നമ്മളെ കോലത്തിൽ? ഇതാ ഇതില്, ഈ സാധനത്തിൽ എന്തുണ്ട് കൂറ്? താടിയിൽ. റസൂലുള്ളാഹി പറഞ്ഞു നീട്ടാൻ. നമ്മൾ പറഞ്ഞു പറ്റൂല. എന്തുണ്ട് കൂറ്? നീ എന്തിനാ റബീഉൽ മാസം കൊടി വെക്കാൻ പോകുന്നത്? നീ എന്തിനാ കുലു തക്ബീർ വിളിക്കുന്ന? എന്തിനാ? നീ എന്തിനാ ചക്കരച്ചോറും പായസം വെച്ചു കൊടുക്കുന്ന? എന്തിനാണ്? നീ എന്തിനാ മുട്ടായി വാരി കൊടുക്കുന്ന? എന്തിന്? നിന്റെ ഹബീബ്, നിന്നെ സ്നേഹിച്ച ഹബീബ് പറഞ്ഞു താടി നീട്ടണേ. നീ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല. നിന്നെ പിന്നെ ഒന്നിനും പറ്റൂല. നിന്നൊന്നിനും പറ്റൂല. നിന്റെ റസൂൽ പറഞ്ഞു ഫാത്തിമയോട്, ആയിഷയോട്, ഖദീജയോട് മുഖം മറച്ച് പർദ്ദ ധരിച്ച് ഹിജാബ് സൂക്ഷിച്ചു വേണം പുറത്തിറങ്ങാൻ. നമ്മളെ പെമ്മക്കൾ പറഞ്ഞു അതൊന്നും പറ്റൂല, അതൊക്കെ 6-ാം നൂറ്റാണ്ടിലുള്ള കേസ്. മംഗലാപുരത്ത് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ ജീൻസും ടീഷർട്ടും ഇട്ടിട്ടേ പോവുള്ളൂ. നിന്റെ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അർത്ഥമില്ല. ന്യായീകരണം പറയും, നമ്മൾ വാദങ്ങൾ പറയും, ന്യായീകരിച്ച് ജയിക്കും. ജയിച്ചിട്ട് എങ്ങോട്ട് പോകും? ന്യായീകരണങ്ങൾ തെളിവും പറഞ്ഞ് ജയിച്ചിട്ട് എങ്ങോട്ട് പോകും? ശാസ്ത്രം പറഞ്ഞ് ജയിക്കും, ബുദ്ധികൂർമ്മത കൊണ്ട് ജയിക്കും, ഉത്തരം മുട്ടിക്കും പ്രവാചകന്മാരെ, പ്രബോധകരെ. എന്നിട്ട് എങ്ങോട്ട് പോകും? ഫല്ലാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. അവിടെ വിചാരണയുണ്ടാവും, അവിടെ ന്യായം ചോദിക്കും, അവിടെ തെളിവുദ്ധരിക്കാൻ പറയും. ഇൻ കാന ലക്കും കൈദുൻ ഫകീദുൻ. അന്നേരം എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ, സൂക്ഷിച്ച് ജീവിച്ചോളണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. തൗഹീദിന്റെ സുന്നത്തിന്റെ വക്താക്കളായി, തൗഹീദിന്റെയും സുന്നത്തിന്റെയും പ്രബോധക